ഹലോ, ഒരു അടിപൊളി സ്റ്റാർ ഉണ്ടാക്കിയാൽ ഇതുപോലത്തെ എൻ്റെ സ്റ്റാർ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടില്ലേ എന്ന് വിചാരിക്കരുത് കേട്ടോ. അതൊന്ന് പൊന്നോട്ടൻ്റെ നഴ്സറിയിലേക്ക് വേണ്ടിയിട്ടാട്ടോ സ്റ്റാർ ഉണ്ടാക്കുന്നത്. ഈ സ്റ്റാർ വൈറ്റ് പേപ്പറിൽ ഉണ്ടാക്കുമായിരിക്കും കേട്ടോ ബെസ്റ്റ്. എൻ്റെ വൈറ്റ് പേപ്പർ ഇല്ലായിരുന്നു. പിന്നെ ഞാനിപ്പോൾ എൻ്റെ ഉള്ള പേപ്പർ വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ ഈ ഒരു A4 ഷീറ്റിൽ കിട്ടുന്ന പേപ്പർ ഞാൻ ഇതിൽ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നടുമടക്കിയിട്ട് പിന്നെ ഒരു സൈഡ് മടക്കുക, പിന്നെ ഒരു തരി ഒരു സെൻറ്റിമീറ്റർ വിട്ടിട്ട് പിന്നെ ഇത് ഇങ്ങോട്ടൊക്കെ മടക്കി ഒട്ടിക്കുക കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനത്തെ ഒരു 5 പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. 5 പേപ്പർ നമ്മൾ ആദ്യം ഇതുപോലെ ഇങ്ങനെ കുഴലാക്കിയിട്ട് നമ്മൾ കറക്റ്റ് മടക്കി എടുക്കുക കേട്ടോ ചെയ്യണത്. അത് കഴിഞ്ഞിട്ടാണ് ഇനി അടുത്ത പ്രോസസ്സ് വരുന്നത്. ഇത് വൈറ്റ് പേപ്പറായിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ വൈറ്റ് പേപ്പറിൽ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എല്ലാവരും കണ്ടേക്കുന്നത്. യൂട്യൂബിലൊക്കെ കുറേ യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്നും ഉണ്ടാക്കി നോക്കിയത്, പക്ഷേ അടിപൊളി സ്റ്റാറാണ് കേട്ടോ. പിന്നെ ഞാനിത് ഇപ്പോൾ വീഡിയോയിൽ ചെയ്യുന്ന പോലെ നടുവിലും പിന്നെ ഈ അറ്റത്ത് മാത്രം പശ തേച്ചിട്ട് ഇത് 5ഉം ഇങ്ങനെ മേലേക്ക് നമ്മൾ വെച്ച് ഒട്ടിക്കുക കേട്ടോ ചെയ്യുക. ഇത് നിങ്ങൾക്ക് ഒറ്റ കളർ ചെയ്താലും ഭംഗിയുണ്ടാവും. ഞാനിപ്പോൾ ഒരു കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ മൾട്ടി കളറിൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ഇപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാൻ ഇപ്പോൾ മുമ്പാണ് നമ്മൾ സ്റ്റാർ ഇപ്പോൾ പൊന്നൂട്ടൻ്റെ നഴ്സറിയിൽ ഇപ്പോൾ ക്രിസ്മസ് സെലിബ്രേഷൻ 24-ാം തീയതിയാണ്. അപ്പോൾ അതിന് വേണ്ടി ചെയ്താണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലൊരു ഡിസൈൻ വരച്ചിട്ടുണ്ട്. ഇത് ഇത്തിരിയും കൂടെ വൃത്തിക്കൊക്കെ വരയ്ക്കട്ടെ. ഞാൻ വരയ്ക്കാം. ഞാൻ ഓൾറെഡി മുമ്പ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഞാൻ വലിയ വരയിൽ എനിക്ക് അത്ര എക്സ്പെർട്ടൊന്നുമല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇങ്ങനെ നമ്മൾ ചിറകുണ്ടല്ലോ, നമ്മളെ കിളിയുടെയൊക്കെ ചിറക് പോലെ നമ്മൾ വരച്ചെടുത്താൽ മതി. എന്നിട്ട് നമ്മളിങ്ങനെ കറക്റ്റ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ആ ഷേപ്പിൽ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ചെറിയ കത്രിക കൊണ്ട് വെട്ടിയെടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പിലാണ് വരിക. ഇതുപോലത്തെ ഞാൻ 4 കളറ് 5 പേപ്പർ വെച്ച് ഒട്ടിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ 5 സെറ്റ്, 5 എണ്ണത്തിൻ്റെ 4 സെറ്റാണ്, അങ്ങനെയാണ് വരിക. പിന്നെ ഓരോന്നും നമ്മൾ ഇതുപോലെ നടുക്കിൽ ഇതുപോലെ പശ തേക്കുക, പിന്നെ ആ സൈഡിലും ഏറ്റവും അറ്റത്തും ഇങ്ങനെ പശ തേച്ചിട്ട് നമ്മൾ ഒന്നിൻ്റെ മുകളിൽ ഏത് കളറാണെന്നനുസരിച്ച് നമ്മൾ കറക്റ്റ് ആ സൈസ് അനുസരിച്ച് ഷേപ്പും അനുസരിച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. അടിപൊളി സ്റ്റാർ കിട്ടും കേട്ടോ. ഇതുപോലത്തെ സ്റ്റാർ മുമ്പ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു തോന്നുന്നു. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ മുമ്പ് ഒരു ഓൾറെഡി സ്റ്റാറിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് ഞങ്ങളെ വീട്ടിലൊക്കെ ഞാൻ തൂക്കിയിട്ടേക്കുന്നത്. ഇതിപ്പോൾ ഞാൻ അവന് കൊടുത്താക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇക്കൊല്ലം ഇനിയിപ്പോൾ ഇങ്ങനെ സെലിബ്രേഷൻ കഴിയാത്തവരൊക്കെ ഇതൊക്കെ ചെയ്ത് നോക്കാം. പിന്നെ ക്രിസ്മസിന് 2-3 ദിവസം കൂടി ഉണ്ടല്ലോ. അപ്പം അല്ലാതും ഞാനിങ്ങനെ അടുപ്പിച്ച് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എൻ്റെ വീഡിയോസ് ഫോളോ ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. ലൈക്കും ചെയ്യണേ. പിന്നെ ഇതുപോലത്തെ വീഡിയോസിനൊക്കെ ആയിട്ട് എന്തെങ്കിലും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ നമുക്കത് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ നടുക്കിൽ ആദ്യം ഞാൻ ഇതുപോലെ വള്ളി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിത് നിവർത്തിയിട്ട് ഏറ്റവും 2 അറ്റത്തും കൂടെ അങ്ങനെ ഒട്ടിച്ച് കൊടുത്താൽ മതി. ശരിക്കും നടുക്കിലാണ് ഒട്ടിക്കുന്നത്. അപ്പം ഞാനതെടുത്ത് ശരിയായില്ല. പിന്നെ അത് റിമൂവ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഒട്ടിക്കാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടോ നല്ല അടിപൊളി സ്റ്റാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല വലിയ സ്റ്റാറാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അത്രയും സൈസിൽ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വിടണം. പിന്നെ നടുക്കിൽ ഇങ്ങനെ ഗ്ലിറ്റർ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഒരു വട്ടം വെച്ചിട്ട് അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്തിരി ഗുമ്മായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ നല്ല ഭംഗിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. എങ്ങനെയാണ് ഉണ്ടായിരുന്നു, ഭംഗിയുണ്ട്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. നല്ലൊരു സ്റ്റാറാണ് ഇത്, സൂപ്പറാണ്.